നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാവരും കുറച്ച് ദിവസങ്ങളായി കാണാൻ കാത്തിരുന്നൊരു വിശേഷം തന്നെയാണ് നാളെ നടക്കാനായിട്ട് പോകുന്നത്. ഏൻ ജൂലയുടെ നെഞ്ചിൽ തന്നെ റീത്ത് വെക്കുന്നുണ്ട് ആദർശും അനി എല്ലാരും കൂടെ ചേർന്നിട്ട്. അപ്പൊ അതിന്റെ കുറച്ച് നല്ല നല്ല കഥകളൊക്കെയാണ് നാളെ കാണുന്നത്. ഇന്നലെ നമ്മൾ കണ്ടു, ഒടുവില് അനിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ആദർശ് അനിയെ പറഞ്ഞു വിടുന്നുണ്ട്. അനി ആ ഡീല് നടക്കുന്ന സ്ഥലത്തേക്ക് വരുമെന്ന് ഒരിക്കലും ഉണ്ടായിരുന്നില്ല അബിയോ അല്ലെങ്കിൽ ഡേവിഡോ. അവരെന്നും അനി ആ ഡീല് നടക്കുന്നിടത്തേക്ക് കയറി വരുന്ന കണ്ടിഞ്ഞപ്പത്തിനും ഒരു നിമിഷം അബി ഞെട്ടിപ്പോയി. അബി പെട്ടെന്ന് ഡേവിഡിനോട് പറഞ്ഞു, ഇവനെന്തിനാ ഇങ്ങോട്ട് കയറി വന്നേ? എന്തൊക്കെയോ ഒരു ചിന്തയായിരുന്നു അവരുടെയൊക്കെ മനസ്സിൽ. അപ്പം കുറെ ഡിസൈൻ കാര്യങ്ങളൊക്കെ എല്ലാ ജൂവലറിക്കാർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഈ പറയുന്ന ബെന്നറ്റ് ജെയിംസ് കമ്പനിയുടെ ആൾക്കാർ പരിശോധിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഫൈനൽ തീരുമാനമാണ് ഇനി പറയാൻ പോകുന്നത്, ആർക്കാണ് കൊടുക്കാൻ പോകുന്നതെന്നുള്ളത്. അങ്ങനെ അനി വന്നിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഡേവിഡ് അബിയോട് പറഞ്ഞു, അവൻ നാണം കെടാനായിട്ട് വന്നല്ലോ, വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൻ വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഡേവിഡ് പറഞ്ഞു, ഇപ്പം നമുക്ക് കാണാം, നമുക്ക് ഡീല് കിട്ടിക്കഴിയുമ്പോഴത്തേനും അവൻ തല കുനിച്ചെഴുന്നേറ്റ് പോകുന്ന കാണാന്നൊക്കെ പറഞ്ഞു. ഈ സമയത്ത് ഡീൽ ഉറപ്പിക്കാമെന്ന് അവരിൽ ഒരാള് കാര്യങ്ങളൊക്കെ വിസ്തരിച്ച് പറയാണ്. ഞങ്ങൾ കുറെ ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കി, അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന കമ്പനി മൂർത്തി ജ്വല്ലറിയാന്ന് പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ശരിക്കും ഒരു നിമിഷം ഞെട്ടിപ്പോയി. ഡേവിഡും അബിയൊക്കെ വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. അതുകൊണ്ട് ഈ ഡീല് ഞങ്ങൾ അവർക്ക് കൊടുക്കുവാന്ന് പറഞ്ഞു. അതെങ്ങനെ ശരിയാവും ഒന്നും മനസ്സിലായില്ല. കാരണം തങ്ങൾ കൊണ്ടുവന്ന ഡിസൈനൊക്കെ നല്ല രീതിയിലുള്ള ഡിസൈൻ ആയിരുന്നല്ലോ. അപ്പോഴേക്കും അബി ഡേവിഡിനോട് ചോദിച്ചു, അല്ല ഇതെങ്ങനെ ശരിയാവും, ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളുടെ ഡിസൈനിങ് ആയിരിക്കില്ല നല്ലത്. അപ്പൊ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് അവരതിനുള്ള മറുപടിയും പറഞ്ഞു, ഞങ്ങൾ നോക്കുന്ന അറിയാലോ, പാരമ്പര്യമായിട്ട് ഉള്ള ആ ഒരു രീതിയിലുള്ള ജ്വല്ലറി കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കുന്നത്. അതെപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരേ ഒരു ജ്വല്ലറി മാത്രമേ ഉള്ളൂ, മൂർത്തി ജ്വല്ലറി. അവരുടെ ഡിസൈൻ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാത്തിൽ നിന്നും വ്യത്യസ്തയാർന്ന ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞു. അതുകൊണ്ട് അവരുമായിട്ട് ഡീൽ ഉറപ്പിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഡീൽ ഉറപ്പിക്കുന്നതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ അനിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഡീലെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ അത്താലേക്ക് സൈൻ ചെയ്യുന്നതിന് മുമ്പ് ഹബിയും ഡേവിഡിനും നോക്കണം. തല കുനിച്ചിരിക്കുവാണ് രണ്ടുപേരും. എന്തേലും പറയാൻ പറ്റുമോ? ഒന്നും മിണ്ടാൻ പറ്റില്ല. തലയ്ക്ക് നാട്ടപ്പുറം അടി കിട്ടിയോലെ അവസ്ഥയിലിരിക്കുക. അങ്ങനെ ഡീലേക്കൊക്കെ സൈൻ ചെയ്തു. സൈൻ ചെയ്തിട്ട് അനി പുറത്തേക്ക് വരുവാണ്. പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അബിയും ഡേവിഡും കൂടെ തല കുനിച്ചിറങ്ങി വന്നു. ആ സമയത്ത് അനി എന്നിട്ട് പറഞ്ഞു, അല്ല രണ്ടുപേരും കൂടെ ഭയങ്കര പ്രതീക്ഷയോട് കൂടിയിട്ടാ വന്നേന്ന് തോന്നല്ലോ. ഈ അബിയെപ്പോലുള്ളൊരു ആശയില്ലാത്തവനെ കൂടത്തിൽ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഡേവിഡ് സാറേ, നിങ്ങളുടെ കമ്പനി ഏൻ ജ്വല്ലറി തകർന്നു പോകത്തുള്ളൂ. അതുകൊണ്ട് ഇവനെപ്പോലുള്ള അവന്മാരെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് വിളിച്ചുകൊണ്ട് വരാതിരിക്കുക. ഇനിയെങ്കിലും ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നൊക്കെ പറഞ്ഞ് ഒന്ന് രണ്ട് ഡയലോഗും കൂടെ വരുന്നുണ്ട്. അത് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അബിക്ക് കർണത്തടിയേറ്റ പോലെ ഇപ്പൊ അഭിനയിക്കുക. അപ്പോഴേക്കും അനി പറഞ്ഞു, നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ? ഞാൻ ഈ ഡീൽ ഉറപ്പിക്കാൻ വരുന്നില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ വരത്തില്ലെന്നോ സന്തോഷമെന്നോ? എടാ, അങ്ങനെ പെട്ടെന്നൊന്നും തകർന്നു പോകുന്നു അല്ല മൂർത്തി ജ്വല്ലറി. അത് നീ ഇനിയും മനസ്സിലാക്കാൻ വൈകിട്ടുണ്ട്. ഒന്നുമല്ലേലും ആ വീട്ടിൽ കിടന്നുകൊണ്ട് വീട്ടുകാർക്കിട്ട് തന്നെ പണി കൊടുക്കാൻ പോകുന്ന നിന്നെപ്പോലുള്ള ഒരുത്തന്റെ ചതി അത് തിരിച്ചറിയാൻ എനിക്ക് അതേ സമയമൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നീടാണ് അനി അങ്ങോട്ട് കാലിൽ കയറി പോകണം. അപ്പോഴേക്കും ഡേവിഡ് പറഞ്ഞു, എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു അബി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലോ എന്ന് പറഞ്ഞു. അബി പറഞ്ഞു, ഇത് ചതിയാണ്, ശരിക്കും നമ്മളെല്ലാരും ചതിക്കുകയോ ചെയ്തേ, അവര് വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചതിക്കുകയോ ചെയ്തെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അബിയുടെ ഫോണിലേക്ക് നാഗേന്ദ്രന്റെ കോൾ വന്നു. ഇതേ അച്ഛനാ വിളിക്കുന്നേ, എന്ത് മറുപടി പറയുമെന്ന് ചോദിച്ചു. പറയാതിരുന്നിട്ട് കാര്യമില്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ നാഗേന്ദ്രന്റെ കോൾ അറ്റൻഡ് ചെയ്തു. അറ്റൻഡ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ പറയാണ്. എല്ലാം കേട്ട് ഇനിയിപ്പോൾ നാഗേന്ദ്രൻ തകർന്നു പോയി. ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഉറപ്പായിട്ടും ഈ ഡീല് തങ്ങൾക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ ഇരുന്ന അവർക്കിട്ട് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു ഇത്. കാരണം നാഗേന്ദ്രന്റെ അവന്തിയും കൂടെ വിജയം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ചായിരുന്നു ഇരുന്നിരുന്നത്. കാരണം ഇനിയിപ്പോൾ ഈ വിജയം കൂടെ ആഘോഷിച്ചിട്ട് വീട്ടിൽ പോയാൽ മതി എന്നൊരു ചിന്തയോട് കൂടിയിട്ടിരുന്ന. പക്ഷെ അവർക്ക് ആ സമയം നല്ല അടി തന്നെയാണ് കിട്ടിയത്. ഇതേ സമയം അനി ആദർശനെ വിളിച്ചു. ആദർശനെ വിളിച്ച് ഡീല് കിട്ടിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ആദർശന് ഭയങ്കര സന്തോഷമായി. ആദർശ് പറഞ്ഞു, എനിക്ക് ഉറപ്പുണ്ടായിരുന്നടാ അനി. അപ്പോഴേക്കും അനി പറഞ്ഞു, എനിക്ക് ആദർശനെ കാണണമെന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, നീ വീട്ടിലേക്ക് വിട്ടോ, മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ കാത്തിരിക്കുമായിരിക്കുമല്ലോ, നീ പെട്ടെന്ന് എല്ലാം പറഞ്ഞു.
ഇത് കേട്ടപ്പോൾ അനി പറഞ്ഞു, ഈ വിജയത്തിന് പിന്നിൽ ആദർശേണ്ണ അർഹതപ്പെട്ട വിജയോ അല്ലേ? ഒരിക്കലും എനിക്ക് അർഹതപ്പെട്ട അല്ലെന്ന് പറഞ്ഞു. അതൊന്നും സാരമില്ല, നിന്റെ ക്രെഡിറ്റ് ആയത്. നീയല്ലേ ഇപ്പം മൂർത്തി ജ്വല്ലറിയുടെ MD ആയിട്ടിരിക്കുന്നേ. എനിക്ക് നീ ഉയരങ്ങളിൽ എത്തുന്ന കാണാൻ ആഗ്രഹം. നിന്നെ ഞാൻ വെറുതെ ഒന്ന് ഹെൽപ്പ് ചെയ്തെന്ന് മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. ഇത് നിനക്ക് അർഹതപ്പെട്ടാന്നൊക്കെ പറഞ്ഞ് ആദർശ് കോള് കട്ട് ചെയ്യുന്നേ. എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. കാരണം ഏൻ ജ്വല്ലറി തറ പറ്റിക്കാൻ പറ്റിയല്ലോ, ആ ഒരു ചിന്തയായിരുന്നു മനസ്സിൽ. അതേ സമയത്ത് നാഗേന്ദ്രൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. കോള് വന്ന് അത് കട്ടായി കഴിഞ്ഞപ്പോഴത്തേനും അത് ചോദിച്ചു, എന്താച്ചാ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. എല്ലാം പോയി മോളേന്ന് പറഞ്ഞു. പോയെന്നോ? അതെ, ആ ഡീല് മൂർത്തി ജ്വല്ലറി കൊണ്ടുപോയെന്ന് പറഞ്ഞു. മൂർത്തി ജ്വല്ലറിയോ? അതെങ്ങനെ ശരിയാവും? കൃത്യസമയത്ത് തന്നെ അനി അവിടെ വന്നായിരുന്നു. എന്റെ മോളെ, ബോംബെ വെച്ച് നടന്ന ആ ഡീലുണ്ടല്ലോ, അതുപോലെയൊന്നും അല്ലേത്. അതിനേക്കാളും ഉയർന്ന ഡീലാ. മോൾക്ക് അറിയത്തില്ലാത്തോണ്ടാ. ഈ ഡീല് കിട്ടുന്നതോട് കൂടിയിട്ട് അവരുടെ ഗ്രാഫ് കുറെ ഉയർന്നു പോകും. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവര് വീണ്ടും ഒന്നാമതെത്താനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതൊരു കാരണവശാലും പാടില്ല. അപ്പോഴേക്കും അവന്തി പറഞ്ഞു, അല്ലച്ച അവര് ഡീലർപ്പിക്കാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അതൊരു ചതിയായിരുന്നു. ഒരു പക്ഷേങ്കിൽ നമ്മൾ നേരത്തെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ബ്ലോക്ക് ചെയ്താലോ എന്ന് അവർക്ക് തോന്നിക്കാണും. അതുകൊണ്ട് അവര് തന്ത്രപരമായിട്ട് നീങ്ങിയതാന്ന് പറഞ്ഞു. ഇതിന്റെ പിന്നിൽ ആ അനിയുടെ ബുദ്ധി മാത്രമല്ല, അനന്തമൂർത്തിയുടെ ആദർശിന്റെ ബുദ്ധി എല്ലാവരുടെയും കാണുമായിരിക്കും. ആദർശ് ആ വീട് വിട്ടു പോയിട്ടുണ്ടെങ്കിലും കമ്പനിയെ ഒന്നാം സ്ഥാനത്ത് എത്തിക്കാനായിട്ട് അവനൊരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. എനിക്കിപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല. ആകെ പഴ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയാന്ന് പറഞ്ഞു. അത് കേട്ടപ്പം അവന്തി പറഞ്ഞു, അച്ഛാ ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? നോക്കട്ടെ. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ നമ്മളെ തോൽപ്പിച്ച് അവർ ഒന്നാം സ്ഥാനത്ത് എത്തുമെന്ന് പറഞ്ഞു. അല്ല, ഈ മാളവിക കളക്ഷൻസ് ഒക്കെ നല്ലതായിരുന്നല്ലോ. മാളവിക ഡിസൈൻസും നല്ല രീതിയല്ലേ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നേ. പിന്നെ അങ്ങനെ അതെ, നയന വീണ്ടും ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു കളത്തിൽ. അതാണ് നമുക്ക് അടി കിട്ടിയേക്കെന്ന് പറഞ്ഞു. ഈ സമയത്ത് മുത്തശ്ശന് ഈ കാര്യങ്ങളൊക്കെ അറിയാണ്. ഇതറിഞ്ഞു കഴിയുമ്പോഴത്തേനും മുത്തശ്ശനെ സന്തോഷം സഹിക്കാൻ പറ്റിയില്ല. മുത്തശ്ശിയോട് ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതെല്ലാം കേട്ട് കഴിയുമ്പോൾ മുത്തശ്ശി പറഞ്ഞു, എനിക്ക് അപ്പോഴേ അറിയായിരുന്നു എന്താണ് ഈ ഡീല് നമുക്ക് കിട്ടുമെന്നുള്ള കാര്യം. ആദർശം വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ലാന്ന് പറഞ്ഞു. മുത്തശ്ശൻ പറഞ്ഞു, എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. ആദർശ് എന്റെ കൊച്ചുമോനാന്നുള്ള കാര്യം ഇപ്പോഴേ എനിക്കൊരു സമാധാനമായത്. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, ഇനിയെങ്കിലും അവരെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൂടെ? പാവം നയനമോളുടെ മനസ്സിൽ നല്ല സങ്കടം ഉണ്ടെന്ന് പറഞ്ഞു. സാരമില്ല വസന്തരെ, കുറച്ച് ദിവസം കഴിയുമ്പോൾ അതൊക്കെ മാറിക്കോളും. അധികം വൈകാതെ അവരെ നമ്മൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരും. എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഇതിന്റെ പിന്നെ കുറെ സത്യങ്ങളൊക്കെ പുറത്തു വരാനുണ്ട്. അതൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രം മതി. അതുവരെ ഇങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോട്ടെ എന്ന് പറഞ്ഞു. മുത്തശ്ശിക്ക് പക്ഷെ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ മൂർത്തി ജ്വല്ലറിക്ക് ഡീല് കിട്ടിയെന്നുള്ള കാര്യങ്ങളൊക്കെ ബിസിനസ് ന്യൂസിനകത്തൊക്കെ വരുന്നുണ്ട്. അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നാഗേന്ദ്രനും അവന്തേക്കൊന്നും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം അവരുടെ ഗ്രാഫ് വീണ്ടും താഴ്ന്നു പോവാ ഇവർ ഉയർന്നു വരുന്ന സമയത്ത്. ഈ സമയത്ത് ജലജയുടെ ദേവേനി എന്നു. ദേവേനി എന്നിട്ട് പറഞ്ഞു, അല്ല നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? എന്ത്? എടി, നിന്റെ മോൻ അബി ഇന്നൊരു ഡീൽ ഉറപ്പിക്കാൻ പോയായിരുന്നല്ലോ. അവന്റെ കാല് കുത്തിയോട് കൂടിയിട്ട് ഏൻ ജ്വല്ലറി തകർച്ചയിലേക്ക് പോകാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. എന്തൊക്കെയാ അടുത്തി പറയണേ? അതെ, ആ ഡീലുണ്ടല്ലോ അത് എനിക്ക് കിട്ടി. അതായത് മൂർത്തി ജ്വല്ലറിക്ക് കിട്ടിയെന്ന്. എനിക്കോ? എന്താ നിനക്ക് വിശ്വാസം വരുന്നില്ലല്ലേ? എനിക്കറിയാടി നിന്റെ മനസ്സിലെ ആഗ്രഹം എന്താന്ന്. ഈ ഡീൽ ഏൻ ജ്വല്ലറിക്ക് കിട്ടണമെന്നല്ല നീ നിന്റെ മകനും ഒക്കെ ആഗ്രഹിച്ചിരുന്ന കാര്യം. അതിനു വേണ്ടിയിട്ടാണല്ലോ അവൻ ഇവിടുന്ന് പോയത്. എടി, പക്ഷെ കിട്ടിയത് മൂർത്തി ജ്വല്ലറിക്കാ. നീയൊക്കെ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും എന്തൊക്കെ നേർച്ചകളും വഴിപാടുകളും നടത്തിയെന്ന് പറഞ്ഞാലും അത്ര പെട്ടെന്നൊന്നും മൂർത്തി ജ്വല്ലറി തകർക്കാൻ പറ്റില്ലടി എന്നൊക്കെ പറഞ്ഞു. ജലജയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. കുറെ പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്ന ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം തകർന്നു പോയല്ലോ എന്നൊക്കെ ഓർത്തിട്ട്. ഇതേ സമയം നാണം കെട്ട് അബിയും ഡേവിഡും കൂടെ നാഗേന്ദ്രൻ്റെ അടുത്തേക്കുന്നു. നാഗേന്ദ്രൻ ആപ്പടെ ഭ്രാന്തി പിടിച്ച അവസ്ഥയിലായിരുന്നു. പിന്നീട് ഡേവിഡാ പറഞ്ഞത്, ഇതിൻ്റെ ഇടയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല സാറേ. ഞങ്ങളൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് അനി കയറി വന്നേ. ഇത് കേട്ടപ്പോൾ നാഗേന്ദ്രൻ പറഞ്ഞു, അവർ കളി തുടങ്ങി. അവരെല്ലാം തന്ത്രപരമായിട്ട് നീങ്ങാനായിട്ട് തുടങ്ങി. പക്ഷെ നമ്മൾ അമിതമായിട്ടൊരു ആത്മവിശ്വാസം കാണിച്ചു. അവിടെയാണ് നമുക്ക് തോൽവി സംഭവിച്ചതെന്ന് പറഞ്ഞു. ഡേവിഡ് പറഞ്ഞു, അത് ശരിയാ സാറേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്തിട്ടും കാര്യമൊന്നും ഇല്ലല്ലോ. ആ ബോംബെ ഡീല് പോലെ ഡീൽ അല്ല അത്. അതിനേക്കാളും നല്ലൊരു ഡീലായിരുന്നു. കോടികളുടെ ലാഭമല്ലേ അവർക്കുണ്ടായിരിക്കുന്നത്. ഇനിയിപ്പം നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ആ കമ്പനിയുമായിട്ട്, ആ ബെർണറ്റ് കമ്പനിയുമായിട്ട് ഡീൽ ഉറപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിന്തിക്കാൻ പറ്റുന്നില്ല അപ്പുറം പറഞ്ഞു. സ്വിറ്റ്സർലാൻഡിലുള്ള കമ്പനിയല്ലേ, ഇനി എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. അപ്പോഴേക്കും അവന്തി പറഞ്ഞു, ഈ അഭിയേട്ടൻ എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞു. അഭി ചോദിച്ചു, ഞാൻ എന്ത് ചെയ്തെന്നാ? അല്ല, അഭിയേട്ടനല്ലേ പറഞ്ഞേ അനിയേട്ടൻ ഈ ഡീൽ ഉറപ്പിക്കാണ്ട് വരത്തില്ലെന്ന്. എന്നിട്ടോ
ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നാഗേന്ദ്രൻ പറഞ്ഞു, മോളെ അതൊക്കെ അവരുടെ തന്ത്രമായിരുന്നു, അത് നമ്മളത് വിശ്വസിച്ചു, അവിടെയാണ് നമുക്ക് തെറ്റുപറ്റി പോയെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ അടി അവർക്ക് കിട്ടുവാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.